ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് നാളായില്ലേ, ലോങ് വീഡിയോ നല്ല ഷോർട്ട് വീഡിയോ ആവട്ടെ ലോങ് വീഡിയോ ആവട്ടെ ഒരുപാട് നാളായി. അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇപ്പോൾ ആൾ തിരിച്ചു പോയി. പക്ഷേ വന്നതൊരു 10, 12, 13 ദിവസത്തെ ലീവിനാണ് വന്നത്. പക്ഷേ 20 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ വന്നിട്ട് നമ്മൾ എവിടെയും പോയില്ല. അപ്പോൾ ഇത് വണ്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ എറണാകുളം വരെ പോവുകയാണ്. അപ്പോൾ ഞാനും ഇക്കയും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പതുക്കെ ഡ്രൈവൊക്കെ ചെയ്ത് ഇങ്ങനെ പോയപ്പോഴത്തേക്കും അവിടെ ഒരു പള്ളിയിൽ പെരുന്നാൾ. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ആ റോഡിലൊക്കെ. അങ്ങനെ ഞങ്ങളിതേ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് പറഞ്ഞ് തലവേദന എടുക്കുന്ന നിൽക്കാക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഷോപ്പ് കണ്ടു, ഒരു ചെറിയ റോഡ് സൈഡിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ കുറേ മിഠായി, ഉപ്പിലിട്ടതും നെല്ലിക്ക, മാങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ മൂത്തയാൾ നാരങ്ങാ മിഠായി വേണമെന്നും പറഞ്ഞ് നാരങ്ങാ മിഠായി എടുത്ത്. അപ്പോൾ ഞാനൊരു മാങ്ങ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല, എന്നാലും നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും കുറച്ചങ്ങ് വാങ്ങി എടുത്തേച്ച് അങ്ങനെ തിരിച്ച് കയറി. പിന്നെയും കുറേയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കേണ്ട സമയമായി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അപ്പം ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പം മൂത്തവർക്ക് ബിരിയാണിയിൽ മുട്ടയുണ്ടല്ലോ എന്നുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു. മുട്ടയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പുറകോട്ട് തട്ടി മൂത്തവൾ. അവൾക്ക് വാപ്പീൻ്റെ കൂടെ ഇരിക്കണമെന്നും പറഞ്ഞ് അവൾ വാപ്പിയായിട്ട് ഫ്രണ്ടിൽ ഇരുന്ന് കളിയാണ്. അങ്ങനെ ഞാൻ പുറകിൽ മാറി ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങിയപ്പോഴത്തേക്ക് എന്നെ തട്ടി വിളിച്ചോണമെന്നിരിക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെയും ഞാൻ ഫ്രണ്ടിൽ വന്ന് അതിന് ബഹളമായിരുന്നു. പുറകിൽ ഇരുന്ന് എന്നെ വാപ്പീൻ്റെ കൂടെ ഇരുത്തിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ ഒരു കരിക്കിൻ്റെ ഷോപ്പല്ല, റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കരിക്കൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അത് കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മൂത്തവളും ഇളയവളും ഒക്കെ അത് വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ കരിക്കിൻ്റെ അവിടെ പോയിട്ട് 2 കരിക്ക് വാങ്ങിച്ച്. ഇവിടത്തെയൊക്കെ കരിക്കിന് ഭയങ്കര വില, ഒരു കരിക്കിന് എത്ര 80 രൂപ എന്തായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അതും വാങ്ങിച്ച് ഇക്കയ്ക്ക് കാറിൽ കൊണ്ട് മൂത്തവൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ പുല്ലാമ്പനെ കൊണ്ട് കൊടുത്തിട്ട് വാ ഉമ്മ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെത്തുന്നതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മൂത്ത ആൾ അത് കുടിച്ച്, ചെറിയ ആളും കുടിച്ചു. അപ്പോഴത്തേക്കും ആദ്യമേ പറഞ്ഞെങ്കിൽ അത് പൊട്ടിച്ചെനിക്ക് അതിനകത്ത് തേങ്ങ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും പൊട്ടിച്ച്. അപ്പോൾ ചെറുതൊന്ന് നോക്കൂ, എന്തോ അതിനകത്ത് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഒന്ന് നോക്കുന്നുണ്ട് സാറ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും പോന്നു. അപ്പോഴത്തേക്കും വാപ്പിന് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ അവിടെ താറി അങ്ങനെ മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിക്കുകയെന്ന് പറഞ്ഞാൽ നോക്കുന്നുണ്ട്, പക്ഷെ അവൾ ക്യാമറയിലോട്ട് നോക്കുന്നൊന്നുമില്ല. അങ്ങനെ രണ്ടാമത്തെ കരിക്കും ഞങ്ങൾ വെട്ടി അയാൾ അതുപോലെ തന്നെ ചെത്തി നല്ല നൈസായിട്ട് വന്നപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ എടുത്തത്. അതിനകത്ത് തേങ്ങ എടുത്തിട്ട് ഞങ്ങൾ പൈസയും കൊടുത്തിട്ട് ഉമ്മ ഇത് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോയി. അങ്ങനെ കരിക്കും കഴിച്ചുകൊണ്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര കാമ്പല്ലേ, അത് നിറച്ചുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ കാറിലോട്ട് പോയി. കാറിൽ നിന്നും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കയുടെ വണ്ടിയിൽ എന്തോ ഒരു സംഭവം പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറിൽ നിന്നും കഴിച്ച് കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടി കൊടുക്കേണ്ട സ്ഥലത്തോട്ട് നേരെ പോയി. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ മാവ് നിൽക്കുന്നത്, നമുക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു തൂങ്ങിക്കിടക്കുമായിരുന്നത്. അങ്ങനെ അവൾ ആദ്യം ചെറുത് പറിച്ച് നോക്കിയപ്പോഴത്തേക്കും അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവിടെ എടുത്ത് കളഞ്ഞ്. പിന്നെ ഒരു ചെറിയൊരു റൂമുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ മാറിയത്. ഞങ്ങൾ മാങ്ങയൊക്കെ തിന്നിട്ട് അവിടെ മാറിയത്. പക്ഷെ അവിടെ ഭയങ്കര പോസ്റ്റാണ് ഗൈസ്. ക്ഷീണിച്ചൊരവശ്യം, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ സന്ധ്യ ഒരു 6:30 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ മാറി നിന്നു. പക്ഷേ ഒരു പണി കിട്ടി, ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള പുള്ളിക്കാരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് പുള്ളിയുടെ കാറിൽ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി. അങ്ങനെ കുറച്ച് അങ്ങോട്ട് ഒരു 2-3 കിലോമീറ്റർ അവിടത്തേക്ക് ഉണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ആദ്യം പ്രൈവറ്റ് ബസ് കയറി, അവിടെ നിന്ന് നേരെ KSRTC സ്റ്റാൻഡിലോട്ട് കയറി. അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും 1 പോസ്റ്റ് 8:30-9 മണിക്കായിരിക്കും ബസ് എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിലങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല മഴയായതുകൊണ്ട് അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുവാ ഉള്ള ആൾക്കാരൊക്കെ ഇടിച്ചു കുത്തി കയറി നമുക്ക് നിൽക്കാൻ പോലും വയ്യായിരുന്നു, നമുക്ക് ശ്വാസം മുട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങളത് ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. അപ്പോഴത്തേക്കും മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓട്ടോ കാത്ത് ഞങ്ങൾ അവിടെ മാറി നിൽക്കുവാണ്. അങ്ങനെ ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ നടന്ന് പോയി. അപ്പോഴത്തേക്കും ചെറിയ ആൾ കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ടാറ്റാ.